നമസ്കാരം. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ നടപടികൾ തിരിച്ചടിയാകുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ഷൈൻ ലഹരി ഉപയോഗിച്ചതിൻ്റെ തെളിവുകൾ കണ്ടെത്താൻ ഇനിയും പോലീസിന് സാധിച്ചിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം. ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ള ഷൈനിൻ്റെ മുടി ഉൾപ്പെടെയുള്ളവയുടെ പരിശോധനാ ഫലം അനുകൂലമായില്ലെങ്കിൽ പോലീസിനെ കാത്തിരിക്കുന്നത് വലിയ വെല്ലുവിളിയുമാണ്. പരിശോധനയുടെ ഫലം പോസിറ്റീവ് ആണെങ്കിൽ തന്നെ ഏത് ലഹരി മരുന്നാണ് ഉപയോഗിച്ചതെന്നും എന്നാണ് ഇത് ഉപയോഗിച്ചതെന്നും മറ്റും കണ്ടെത്താൻ കൃത്യമായി സാധിക്കില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇത് പോലീസ് അന്വേഷണത്തിനും തുടർ നടപടികൾക്കും തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. ഷൈനിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ലഭിച്ചാൽ മാത്രമേ രണ്ടാം ഘട്ട മൊഴിയെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളുമായി പോലീസിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇന്നലെ നടത്താൻ തീരുമാനിച്ചിരുന്ന മൊഴിയെടുപ്പ് അനിശ്ചിതമായി നീട്ടിവച്ചതിന് പിന്നിലുള്ള കാരണവും ഇതുതന്നെയാണെന്നാണ് വിലയിരുത്തൽ. ഇതിനിടെ നടി വിൻസി അലോഷ്യസ് ഷൈൻ ടോം ചാക്കോയ്ക്ക് എതിരായി നൽകിയ പരാതി ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങളും അണിയറയിൽ തകൃതിയായി തന്നെ നടക്കുന്നുണ്ട്. സൂത്രവാക്യം സിനിമയുടെ അണിയറ പ്രവർത്തകരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. സിനിമയുടെ ഭാവിയെ ബാധിക്കാത്ത തരത്തിലുള്ള ഒത്തുതീർപ്പിനാണ് ഇവരുടെ ശ്രമം. നടനെ താക്കീത് നൽകി പ്രശ്നം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇന്റേണൽ കമ്മിറ്റി യോഗത്തിൽ വിൻസിയോട് ഷൈൻ മാപ്പ് പറഞ്ഞതായും ഭാവിയിൽ മോശം പെരുമാറ്റം ഉണ്ടാകില്ലെന്ന് ഉറപ്പു നൽകിയതായും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പോലീസ് അന്വേഷിച്ചു വരുമ്പോൾ മൂന്നാം നിലയിൽ നിന്നും ചാടി സ്വിമ്മിംഗ് പൂളിലൂടെ ചാടിയോടി റിസപ്ഷനിലൂടെ കടന്നു കളഞ്ഞതുകൊണ്ട് ബൈക്കെടുത്ത് പൊള്ളാച്ചിയിലെത്തിയപ്പോൾ അത് കാണുന്ന ചെറുപ്പക്കാർക്ക് ഷൈനോട് ഇപ്പോഴത്തെ ഒരു തലത്തിൽ ഇഷ്ടം കൂടാനുള്ള സാധ്യതകളാണ് കൂടുതൽ. കാരണം ഇപ്പോൾ എല്ലാവർക്കും ഒരു ഹരം അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സിനോടാണല്ലോ. കൊച്ചിയിലെ നാർക്കോട്ടിക്സ് കൺട്രോൾ പോലീസുകാരെ അപ്പാടെ മാറ്റിയാൽ, അല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയക്കാരെ മൊത്തമായി മാറ്റിയാൽ മാത്രമേ അവിടെ ശുദ്ധീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിനു മുൻപ് ഈ പറഞ്ഞ ഷൈൻ ടോം ചാക്കോയെ മയക്കുമരുന്നുകളും പെണ്ണുങ്ങളും അടക്കം 2015 ജനുവരി അവസാന വാരം കൊച്ചിയിലെ അപ്പാർട്ട്മെന്റിൽ വെച്ച് അറസ്റ്റ് ചെയ്തിരുന്നു. അസിസ്റ്റന്റ് ഡയറക്ടർ ബ്ലസി, ബിസിനസ്സുകാരി സ്നേഹ, മോഡലുകളായ ടിൻസി, രേഷ്മ എന്നിവരെയാണ് അന്ന് അറസ്റ്റ് ചെയ്തത്. മലയാളത്തിലെ മറ്റ് 2 ചെറുപ്പം നടന്മാരും അവരുടെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിലും ചില വമ്പന്മാർ അവരെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത്. അതിൽ രാഷ്ട്രീയമുണ്ട്, സിനിമയുണ്ട്, സ്വാധീനമുണ്ട്. അന്ന് എല്ലാ കുറ്റവും ഏറ്റെടുത്തതുകൊണ്ടും മറ്റുള്ളവരെ സഹായിച്ചതുകൊണ്ടും ഷൈൻ ടോം ചാക്കോയ്ക്ക് പിന്നീട് സിനിമയ്ക്ക് യാതൊരു കുറവുകളും ഉണ്ടായിട്ടില്ല. മറ്റൊന്ന് കേട്ടത്, ഷൈൻ ടോം ചാക്കോയെ അന്ന് പോലീസ് പൊക്കിയത് ഒരു പ്രധാന ബീഡി കമ്പനിയുടെ ഒരു മുതലാളിയുടെ അപ്പാർട്ട്മെന്റിൽ നിന്നുമായിരുന്നു എന്നതാണ്. അന്ന് അവിടെ മലയാളത്തിലെ പ്രമുഖ നടന്മാർക്ക് പാർട്ടി ഉണ്ടാകുമെന്നുള്ള വിവരം പോലീസിന് ഒറ്റിക്കൊടുത്തതിൽ ശോഭ സിറ്റിയുടെ റെസിഡൻഷ്യൽ ടൗൺഷിപ്പിലെ സെക്യൂരിറ്റി ആയിരുന്ന ചന്ദ്രബോസിന് പങ്കുണ്ടായിരുന്നു എന്ന സംശയത്തിൻ്റെ പേരിലായിരുന്നു അന്നത്തെ ആ കൊലപാതകമെന്ന ആരോപണമൊക്കെ ഉയർന്നതാണ്. 2 ദിവസങ്ങളിലായി കൊച്ചിയിലെ അപ്പാർട്ട്മെന്റിൽ വെച്ച് നടന്നിരുന്ന മയക്കുമരുന്ന് പാർട്ടിയിൽ പങ്കെടുത്ത ശേഷം നിഷാം മടങ്ങിയ സമയത്തായിരുന്നു റെയ്ഡും പ്രശ്നങ്ങളും. എല്ലാം പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിച്ച് കാണുമെന്നാണ് കരുതുന്നത്. ഇക്കഴിഞ്ഞ ആഴ്ച ഇപ്പറഞ്ഞ നിഷാം പരോളിൽ ഇറങ്ങിയിട്ടുള്ളതുകൊണ്ട് ഇപ്പോഴത്തെ ഷൈൻ ടോം ചാക്കോയുടെ കളികളിൽ വീണ്ടും സംശയമൊക്കെ നിഴലിക്കുന്നുണ്ട്. ആ ഹോട്ടലിലെ മുറികളിൽ സിനിമാ നടികളും നടന്മാരും ഉണ്ടായിരുന്നത്രേ. അവരെ പിടികൂടാതിരിക്കുവാൻ മാത്രമാണ് ഷൈൻ ടോം ഇറങ്ങിയോടി ഒളിച്ചത്. അന്നത്തെ ദിവസം നിഷാമും അവിടെ ആയിരുന്നു എന്നത് പോലീസ് അന്വേഷിക്കും എന്നതാണ് പോലീസിലുള്ള വിശ്വാസം. പണക്കാരുടെ കാര്യത്തിൽ അവരെപ്പോഴും ഒരു ശ്രദ്ധ ചെലുത്താറുണ്ട് എന്നതും ശ്രദ്ധേയമാണല്ലോ. ഷൈൻ ടോം ഇത്തവണയും ഊരിപ്പോയിരിക്കുകയാണ്. കാരണം ഇടതുപക്ഷത്തെ പുകഴ്ത്തി അത്രമാത്രം കുറിപ്പുകൾ ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ചെയ്തിട്ടുമുണ്ട്. ഉദ്ദിഷ്ടകാര്യത്തിൻ്റെ ഉപകാര സ്മരണകൾ. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ആലപ്പുഴയിലെ ഒരു മയക്കുമരുന്ന് വ്യാപാരിനി പിടിക്കപ്പെട്ടപ്പോൾ പോലീസിൽ കൊടുത്ത മൊഴി പേരുകൾ ഇപ്പറഞ്ഞ 2 പേരുടേതും തന്നെയായിരുന്നു, ഷൈൻ ടോമും ശ്രീനാഥ് ഭാസിയും. ആ മൊഴിയിലെ അറസ്റ്റിന് മുതിർന്നപ്പോഴാണ് ഈ ഓട്ടവും ചാട്ടവും ഒക്കെ മലയാളി കണ്ടത്. പക്ഷേ പിടികൊടുത്തു. അപ്പോൾ തന്നെ ജാമ്യം ലഭിക്കുമ്പോൾ
നാം എന്ത് മനസ്സിലാക്കണമെന്ന് കൂടി അറിയേണ്ടിയിരിക്കുന്നു. ഉന്നതന്മാർ അവർക്ക് ഒത്താശ പാടുന്നു. ഇതൊക്കെ എപ്പോൾ അവസാനിപ്പിക്കുന്നുവോ അന്ന് മാത്രമാണ് ഈ ചെറുപ്പക്കാർ ലഹരിക്ക് ആസക്തി കുറഞ്ഞവരാവുകയുള്ളൂ. നന്ദി.